മങ്കട വൈറ്റ്മാർട്ട് ജോഹർഖാന്റെ ഒരു കോള്. നീ ഒന്ന് ഷോപ്പിക്ക് വരുമെന്ന്. ഞാൻ കരുതി വല്ല പ്രോഗ്രാം ഉണ്ടാവും, അതൊന്ന് ആങ്കറിങ് ചെയ്യണമെന്ന് പറയാനാവുന്നു. സംഗതി ഞാൻ ഷോപ്പ് ചെന്നപ്പോഴാ കാര്യം മനസ്സിലായത്. മൂപ്പർക്ക് ഒരു കുഴൽക്കിണർ അടിക്കണം. ജ്യേഷ്ഠൻ മാനാക്കാനെ കണ്ടിട്ട് അതിനെ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് കുട്ടികളെ പോറ്റാൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, അല്ല അതാണ് മെയിൻ പരിപാടി. അങ്ങനെ സ്ഥാനമൊക്കെ നോക്കി പിറ്റേന്ന് തന്നെ ഞാൻ വണ്ടി ഓടുന്നു. ദാ നമ്മളെ വണ്ടി സൈറ്റിക്ക് വരണ്ട. ഗുണ്ട് കാർത്തികാണ് ഡ്രൈവർ. സെറ്റിംഗ് ഒക്കെ വേഗം കഴിച്ച് അടി തുടങ്ങി. ഡീലർ നമ്മള് രമേശാണ്. ഓനൊരു മുതല. ഇപ്പുറത്ത് പണ്ടാരി ചോറും കൂട്ടാനുണ്ടാക്കുന്ന തിരക്കിലാണ്. ചോറ് തിളക്കല് തുടങ്ങിക്കണ്ട. ആ പാറ കിട്ടിക്കണ്. 6 ആമ്പർ ഊരി ലോഡാക്കി. ഇനി പൈപ്പ് ഇറക്കണം. ദാ പൈപ്പ് ഇറക്കി തുടങ്ങിക്കണട്ടാ. ഡീലർ രമേശ് വീണ്ടും അടി തുടങ്ങി. 250 അടിയോളം പൊടി പാറി അടി. മാനാക്ക ഇടക്കിടക്ക് വന്ന് ചോദിക്കും, നോക്കേ വെള്ളത്തിന്റെ വല്ല ലക്ഷണവും ഉണ്ടോ? മാനാക്ക നിങ്ങൾ ബേജാറാവല്ലി, വെള്ളം വരും. ഞാൻ മാനാക്കാനോട് അങ്ങനെ പിടിച്ചു നിന്നു. ലാ ഹൗലവല 290 അടി പോവാണ്. വെള്ളം കെട്ട് പൊട്ടിയില്ലേ. പൊട്ടിന്ന് പറഞ്ഞാലും പോരാ, പെരുമ്പൊട്ടല്. ചാക്കിട്ട് മൂടണോ, ബെഡുമ്മ കയറി നിൽക്കണോ, നോക്കിക്കണോലൊക്കെ ഫോട്ടോ എടുക്കണോ. വല്ലാത്ത കുളിര്. മാനാക്ക വെരി ഹാപ്പി. നോക്കിങ്ങൾ ആ വെള്ളത്തിന്റെ ഒരു വരവ്. അടിക്ക് നല്ലോണം നോക്കിയ മഴവില്ല് കാണാം. ഹൈ പോയി വെയിലത്ത് വെള്ളം നനയാതിരിക്കാൻ പഹയം കാട്ടണുണ്ടല്ലേ, കൊട ചൂടാ. ഏതായാലും അടി നിർത്തി ലോഡാക്കി തുടങ്ങി. രമേശ് ഹാപ്പിയാണ്. ഇതാ നോക്കി, കാരണം ചായ പൈസ നല്ലോണം കിട്ടുവേ. ഇതാ എൻ്റെ പെട്ടു മൂടി ഒക്കെ വളരെ പെട്ടെന്ന്. അപ്പോൾ ഓക്കെ, നമ്മൾ പോവാണ്. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്മൾ വിളിച്ചോളി.